അയൽവാസി സ്ത്രീ പറയുന്നുണ്ട് ഇവർ കുനിഞ്ഞത്താണ് തൂക്കുന്നത്. അപ്പം ഇവരുടെ കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട്, ഈ നൈറ്റ് മുകളിലോട്ട് പൊക്കി വെച്ചിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അവരുടെ കാലിൽ പോലീസ് പാദസം. ആ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു നൈറ്റി ധരിച്ചിട്ട് അമ്മ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു സാധാരണ വീടാണ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഹാർഡ് ഓബ്ജക്റ്റിൽ തല മൂവിങ് ആയിട്ട് വന്ന് ഇടിച്ചാലേ ഇഞ്ചുറി ഉണ്ടാവും. അതായത് പിടിച്ച പോലീസ് കഥയുടെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് റിട്ടയർഡ് SP ശ്രീ റെജി ജേക്കബ് ആണ്. വെൽക്കം സാർ, പോലീസ് കഥകളിലേക്ക് സ്വാഗതം. താങ്കൾ കഥ പറയാനായിട്ട് എത്തിയിരിക്കുകയാണ്. സുദീർഘമായ ഒരു കാലയളവ് കേരള പോലീസിൻ്റെ ഭാഗമായി സഞ്ചരിച്ചു, നിരവധി കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചു, അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലും താങ്കൾ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. എന്നിരുന്നാലും നമുക്ക് ആദ്യം പോലീസ് കഥയുടെ ഈ ഒരു ആദ്യ അധ്യായത്തിൽ നമുക്കൊരു കൊലപാതകത്തിൽ നിന്ന് തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കുറ്റകൃത്യങ്ങൾ താങ്കൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ പെരിന്തൽമണ്ണ ആ ഒരു ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു കൂടുതൽ കേസുകൾ താങ്കൾ അന്വേഷിച്ചിട്ടുള്ളത്. ആ പെരിന്തൽമണ്ണയിലുള്ള ഒരു വീട്ടമ്മയുടെ ഒരു കൊലപാതകമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അത് അവിടെ നിന്ന് നമുക്കൊന്ന് തുടങ്ങിയാലോ? അത് ഈ കാമ്പ്രം എന്ന് പറഞ്ഞ് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമം. ഇത് പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയാണ്. അത് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് റോഡിൽ കരിങ്കല്ലത്താണിയിൽ നിന്നൊരു 4 കിലോമീറ്റർ അകത്തോട്ട് മാറിയാണ്. മറിയം എന്ന് പറഞ്ഞൊരു വീട്ടമ്മ, ഒരു സാധാരണ വീട്ടമ്മ. അവരുടെ ഭർത്താവ് ഒരു പള്ളിയിലെ പുരോഹിതനാണ്. ഒരു 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 7ലോ 8ലോ പഠിക്കുന്നു, 4ലോ 5ലോ പഠിക്കുന്ന അതിനിടയിലുള്ള രണ്ടാമത്തെ ആൺകുട്ടി, പിന്നീട് ഒരു കൊച്ചു പെൺകുട്ടി, അവൾ 1ലോ 2ലോ തീരെ കുട്ടിയാണ്. അവരുടെ ഭർത്താവ് എല്ലാ വ്യാഴാഴ്ച വരും, വെള്ളിയാഴ്ച പുലർച്ചെ പോവും. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കൽ വന്ന് വീട്ടിൽ നിൽക്കും. ഈ അമ്മയും 3 മക്കളും കൂടെ വീട്ടിൽ നിൽക്കുകയാണ്. ഒരു 2005-2006 കാലത്തിലാണ്. ഒരു ശനിയാഴ്ച രാവിലെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. ഈ അമ്മ 3 മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് ഈ മൂത്ത കുട്ടിക്ക് അവൻ്റെ തറവാട്, പോകുന്ന വഴിക്കാണ് ഇവരുടെ തറവാട്, അച്ഛൻ്റെ തറവാട്. അവിടെ നിന്ന് ഒരു മാങ്ങ കിട്ടുന്നു. അമ്മയോട് പറയുടെ കൈ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൺകുട്ടി പറയുന്നു, അമ്മ അത് ഉമ്മ വെച്ചേക്കണം, ഞാൻ തിരിച്ചു വരുമ്പം കഴിക്കാം. അപ്പോൾ അവൻ പറയുന്നു, പറ്റത്തില്ല, എനിക്ക് കിട്ടിയ മാങ്ങ അമ്മ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നിർബന്ധിച്ച് അമ്മയുടെ വായിൽ ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നു. അവർ സ്കൂൾ ബസ്സിൽ ഈ 3 കുട്ടികളും കൂടെ കയറി പോകുന്നു. അമ്മ മാങ്ങ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ടാറ്റായും കൊടുത്തിട്ട് കുട്ടികൾ പോകും. അതാണ് ആദ്യത്തെ രംഗം. അപ്പോൾ ഏതാണ്ട് ഒരു 9 മണിയായിട്ടില്ല. 12:30യോടുകൂടി സ്കൂൾ വിട്ടിട്ട് ഈ കുട്ടികൾ വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴും 3 കുട്ടികളും റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. സാധാരണ പോലെ തന്നെ അമ്മ മുൻവശത്തെ വാതിൽ അടച്ചിട്ട് വീടിനകത്ത് അടുക്കളയിലായിരിക്കും ഉണ്ടാകുക. ഏതാണ്ട് കുറച്ച് വന്നപ്പോൾ മൂത്ത കുട്ടി ഓടി വന്നു. ബാക്കി കുട്ടികൾ പുറകെ വരികയാണ്. അവൻ സ്പീഡിൽ ഓടി വന്നപ്പോൾ അടുക്കളയുടെ വാതിൽ പുറത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. സാധാരണ മുൻവശത്തെ വാതിൽ കുറ്റിയിട്ടിരിക്കുക, അടുക്കളയിലാണ് അമ്മ ഉണ്ടാവുക ഉച്ച സമയത്ത്. അവനെ ആ പുറത്തെ കുറ്റി എടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ എന്തോ ഒന്ന് പറ്റി, ഈ കുട്ടിയുടെ. അപ്പോൾ അവൻ വെള്ളം പോലെന്തോ തോന്നി, പക്ഷെ അവന് തോന്നിയപ്പോൾ അത് രക്തമാണെന്ന് തോന്നി. അവൻ ആ ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് ഈ അടുക്കളയിലുള്ള വാഷ് ബേസിൽ കൈ കഴുകാൻ നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് വാഷ് ബേസിലെ ടാപ്പ് പകുതി തുറന്ന നിലയിലാണ്. അതിനകത്തൊരു സ്റ്റീലിൻ്റെ കലം വെച്ചിട്ടുണ്ട്. ആ കലത്തിനകത്തെ വെള്ളത്തിൽ രക്തം കലർന്നിട്ടുണ്ട്. അവൻ വിചാരിച്ച് അമ്മയുടെ കൈ എപ്പോഴോ മുറിഞ്ഞിട്ട് തറവാട്ടിലോ മറ്റോ മരുന്ന് വെക്കാനോ വല്ലതും പോയതായിരിക്കും എന്ന് കരുതി അവൻ കൈ കഴുകിയിട്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു നൈറ്റി ധരിച്ചിട്ട് അമ്മ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. ഇതൊരു ശനിയാഴ്ചയാണ്. ഒരു ശുദ്ധ നാട്ടിൻപുറമാണ് മലപ്പുറം ജില്ലയിലെ കാമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലം. ധാരാളം ആളുകളുള്ള സ്ഥലമാണ്. ഒരു ചെറിയ ഇടവഴി എന്ന് പറഞ്ഞാൽ ബസ്സും ടെമ്പോയൊക്കെ പോകുന്ന ഒരു വഴിക്ക് ചേർന്നുള്ള സ്ഥലമാണ്. ചുറ്റും വീടുകളുണ്ട്, ആളുകളുള്ളിടത്ത് നടന്ന പട്ടാപ്പകൽ. രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോയി കുട്ടികൾ 12:30 തിരിച്ചു വന്നപ്പം കണ്ടതാണ് കഥ. അപ്പോൾ ഇതിന് പോലീസ് സ്റ്റേഷനിൽ വരുന്നു, പോലീസ് വരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ അതിനകത്ത് കണ്ട ഒരു കാര്യം അവിടുത്തെ ജനങ്ങളുടെ ഒരു റെസ്പോൺസാണ്. അതായത് ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു മൊബൈൽ ഫോണിൽ അവിടെ നിന്നുള്ള ഒരാളെ വിളിച്ചിട്ട്, സാറേ ഇങ്ങനെ ഒരു വീട്ടമ്മ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഈ വീടിന് ചുറ്റും അവരൊരു കയറ് കെട്ടിയിട്ട്, കിണറിൻ്റെ വീട്ടിലെ കിണറുകളിൽ നിന്നൊക്കെ എടുത്ത കയർ വെച്ച് കെട്ടിയിട്ട് ആളുകളെ കയറ്റാതെ അവർ വെച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിരിക്കുക. നമ്മളതിനകത്ത് കയറിയപ്പം വീട്ടിൽ കഴുത്തറുത്തിട്ടുണ്ട്. കഴുത്തറുത്ത നല്ല മുറിവുണ്ട്. അവർ ഡൈനിങ് ടേബിളിന് അടുത്ത്, സ്വീകരണ മുറിയിൽ ആണ് ഡൈനിങ് ടേബിൾ വെച്ചിരിക്കുന്നത്, അതിൻ്റെ അടുത്ത് താഴെ കിടക്കും. ഇതാണ് കേസ്. നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടങ്ങി. ഈ റോഡിൻ്റെ അങ്ങേ വശത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയാണ് ഇവരെ അവസാനമായിട്ട് കാണുന്നത്.
അത് രാവിലെ ഒരു 11 മണിക്കാണ്. അപ്പോൾ 11 മണിക്ക് ഇവർ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് തൂക്കുമ്പോൾ ആണ് ഈ സ്ത്രീ കാണുന്നത്. അയൽവാസി സ്ത്രീ കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, താത്ത ഭക്ഷണമൊക്കെ ആയോ? ഇല്ല, വെക്കണം, കുട്ടികൾ വരാറായി എന്ന് പറയുന്നത്. അപ്പോൾ അയൽവാസി സ്ത്രീ പറയുന്നുണ്ട് ഇവർ കുനിഞ്ഞുത്താണ് തൂക്കുന്നത്. അപ്പം ഇവരുടെ കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട്, ഈ നൈറ്റ് മുകളിലോട്ട് പൊക്കി വെച്ചിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അവരുടെ കാലിൽ പാദസരമുണ്ട്. അത് കുട്ടികളും പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഭർത്താവ് പട്ടാമ്പിക്കടുത്താണ്, അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പോകണം. പക്ഷെ നമ്മൾ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന്, കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഇവർ മുൻവശത്തെ വാതിൽ അടച്ചിട്ടേക്കും, അടുക്കള സ്ഥിരമായിട്ട് അടച്ചിട്ടേക്കും. അടുക്കള വാതിൽ ഇവർ കൂടുതലും പൂട്ടിയാണ് ഇടുക, അകത്തേക്ക് പൂട്ടിയേക്കും. അത്രയ്ക്ക് പരിചയമുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഇവർ പുറത്ത് വെട്ടപ്പെടുകയുള്ളൂ, അത്രയ്ക്ക് പരിചയമുള്ള ആളുകൾ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ നമുക്കിതിനെപ്പറ്റി കിട്ടിയ ക്ലൂ. ബോഡി നമ്മൾ ഇൻക്വസ്റ്റ് നടത്തിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്താമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അപ്പോൾ നാട്ടിൽ അത് ഭയങ്കരമായിട്ട് പരിഭ്രാന്തി പരത്തി. കാര്യം പട്ടാപ്പകല് ആളുകളുടെ ഇടയിൽ ഒരു വീട്ടമ്മ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതും കാമ്രം പോലെ ജനങ്ങൾ ധാരാളം ഉള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ഫോറൻസിക് മെഡിസിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ഷേർലി വാസുവായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അവർ വേണ്ട, നല്ല നമുക്ക് എക്സ്പെർട്ട് ഡോക്ടറെ തരാം, ഞങ്ങളൂടെ നോക്കാം എന്ന് പറഞ്ഞു വന്നു. അപ്പം നമ്മുടെ ഇവിടുന്ന് പോയി പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് നമ്മളൂടെ പോയി. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും അവരതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവിടെ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളോടും അവർ ഡിസ്കസ് ചെയ്ത് അവർ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ആഴത്തിലുള്ള മുറിവ് ഒരു മരണകാരണമാണ് കഴുത്തിൽ. ഇത് കൂടാതെ അവരുടെ തലയുടെ ബാക്ക് സൈഡിൽ ഒരു നല്ല ഇഞ്ചുറി ഉണ്ട്. ഈ ഇഞ്ചുറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഹാർഡ് ഓബ്ജക്റ്റിൽ തല മൂവിങ് ആയിട്ട് വന്ന് ഇടിച്ചാലേ ഇഞ്ചുറി ഉണ്ടാവും. അതായത് പിടിച്ചാൽ അതായത് ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയോ എല്ലാം വെച്ചിട്ട് തലക്കടിച്ചാൽ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല. അപ്പം ഈ ഓബ്ജക്റ്റിൽ തല പിടിച്ചിടിച്ചാൽ ഇഞ്ചുറി ഉണ്ടാവും. പക്ഷെ ഈ ഇഞ്ചുറി വളരെ ഫെയ്റ്റലാണ്. അപ്പോൾ ആ ഇഞ്ചുറി പറ്റിയ ഒരാൾക്ക് രണ്ടാമത് എഴുന്നേറ്റ് നടക്കാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീ ഇഞ്ചുറി പറ്റിയതിന് ശേഷം ഈ സ്വീകരണ മുറിയിൽ കിടക്കുന്ന ആ സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. മനസ്സിലായി. അപ്പം നമുക്ക് 2 കാര്യം അത് കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക് ഡോക്ടറുടെ പോലീസ് സർജൻ്റെ അഭിപ്രായം കഴിഞ്ഞപ്പോൾ 2 കാര്യം മനസ്സിലായി. ഒന്ന്, ഈ അടുക്കളയിലെ വാഷ് ബേസിലെ വെള്ളം കഴുകിയിരിക്കുന്നത് ഇവരല്ല കൃത്യം ചെയ്ത ആളാണോ അയാളാണ്. പോയി കൈ കഴുകിയതാണ്. അപ്പോൾ അയാൾ വൃത്തിയായിട്ട് കൈ കഴുകിയിട്ടുണ്ട്. അതാണ് ആ സ്റ്റീൽ കലത്തിലെ വെള്ളത്തിൽ രക്തം കലർന്ന് കളറ് മാറിയിരിക്കുന്നതായിട്ട് കുട്ടി പറഞ്ഞതും അതുപോലുള്ളത്. 2, കൈ കഴുകിയിട്ട് പോയിരിക്കുന്നവനാണ് പുറത്തു നിന്ന് അടുക്കളയുടെ കുറ്റിയിട്ടിരിക്കുന്നത്. ആ കുറ്റിയിൽ 1 ഡ്രോപ്പ് രക്തമുണ്ട്. ആ രക്തം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പോയി കാണും. പക്ഷെ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്തോ പറ്റി, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രക്തം പോലെ തോന്നി, ഞാനത് കൈ കഴുകാനായിട്ടാണ് വാഷ് ബേസിനിൽ പോയത്, ഞാൻ വിചാരിച്ചത് അമ്മ കറിക്കഴിഞ്ഞപ്പോഴോ മറ്റോ കൈ മുറിഞ്ഞതായിരിക്കും. അപ്പോൾ ഈ 2 കാരണങ്ങൾ വന്നപ്പോൾ നമ്മൾക്ക് ഒരു നിഗമനം, ഒരു സംശയം അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിശോധനയിൽ തോന്നി. ഒന്ന്, പരിസരത്തുള്ള ഇവരറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇവർ വാതിൽ തുറന്നു കൊടുക്കത്തില്ല. 2, അവനെ ഈ കുറ്റിയിടുന്ന കൈ ആകുമ്പം അവൻ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ അവൻ്റെ റൈറ്റ് ഹാൻഡിന് ഒരു മുറിവുണ്ട്, ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ അങ്ങനെ അവൻ്റെ വിരലിന് മുറിവുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മനസ്സിലായി. പക്ഷേ ഈ ആളെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പ്രശ്നം. കാര്യം മുറിവുണ്ടോ നോക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തത്, ഇപ്പം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബോഡി കൊണ്ടുവന്നു, അടക്കുന്നതിന് മുമ്പ് അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു 10-20 ചെറുപ്പക്കാർ പോലീസുകാരെ വേണം. അവർ യൂണിഫോമിൽ വരരുത്, അവരെ കണ്ടാൽ ഈ പത്രക്കാരാണെന്ന് തോന്നുന്ന രീതിയിൽ അവർക്കൊരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഒരു ജീൻസോ ഒക്കെ ഇട്ടിട്ടുള്ളൊരു 10-20 പേര് വേണം. ജില്ലയ്ക്ക് പുറത്തുള്ള പോലീസുകാരെയാണോ? AR ക്യാമ്പിലെ പോലീസുകാർ, ലോക്കൽ പോലീസിലല്ല, AR ക്യാമ്പിൽ. അവർക്ക് അറിയത്തില്ല. മനസ്സിലായി. അപ്പോൾ AR ക്യാമ്പ് ആകുമ്പോൾ അല്പം പ്രായമുണ്ട്, തീരെ കുട്ടികളുമല്ല, നമ്മുടെ MSP പോലെ എടുക്കും. പക്ഷെ അന്നേരം ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ വന്നു. മനസ്സിലായി. അവരെ നമ്മൾ ബ്രീഫ് ചെയ്യും. അവരോട് പറഞ്ഞ് ഈ അടക്കത്തിൽ ധാരാളം ആളുകൾ വരും, ഈ ആളുകളോടെല്ലാം നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയിട്ട് പത്രക്കാരാണെന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കണം.
അപ്പോൾ സംസാരിക്കുമ്പം ആദ്യം അവരെ കാണുമ്പോഴും പിരിയുമ്പോഴും അവർക്ക് സലാം കൊടുക്കണം, നമസ്കാരം കൊടുക്കണം. അത് രണ്ട് കൈയും പിടിച്ചിട്ട് കൂട്ടിപ്പിടിച്ച് കൊടുക്കാൻ പറയും. എന്നിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ഇഞ്ചുറി ഉണ്ടോ നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഒന്നും അറിയരുതെന്ന് പറഞ്ഞിട്ട് അയാളെ നോട്ട് ചെയ്യണം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അയാൾ വാച്ച് അതും ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറേ ഞാൻ ഒരാളുടെ കയ്യിൽ പിടിച്ചപ്പം അയാൾ അയ്യോ എന്നൊരു വേദന എടുത്തുള്ള കാര്യം പറഞ്ഞു. നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റർ ചുറ്റിയിട്ടുണ്ട്, അയാളുടെ കൈയുടെ പേര് ഒരു മുറിവുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്ന ഇത് വിവരം അറിഞ്ഞുകൊണ്ട് ഓടി വന്ന വഴിക്ക് കരിങ്കല്ലത്താണ് ഇന്ന് ഇങ്ങോട്ട് കാമ്പ്രത്തിന് കയറിയ ബസ്സിൻ്റെ ബാക്ക് ഡോറിൻ്റെ ഇടയിൽ എൻ്റെ വിരൽ പോയി പച്ചാതങ്ങതാണ്. അപ്പം ഇയാളോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇങ്ങനെ പറയുന്ന ആളോട് വേറൊന്നും ചോദിക്കത്തില്ല. ഓ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആ പരിസരത്തുള്ള ആൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സുരേഷ് മാറിയിട്ട് ഇയാളെ വാച്ച് ചെയ്യാനായിട്ട് മറ്റൊരാളെ ഇട്ടു. കാരണം അയാൾ ഒരു പക്ഷേ ഈ സുരേഷിനെ തിരിച്ചറിയാൻ നോക്കുന്നുണ്ട്. ഏതായാലും അയാൾ ഈ മരണപ്പെട്ട മറിയയുടെ വീടിൻ്റെ ഒരു 50 മീറ്റർ മാറിയുള്ള വീട്ടിലെ അടുത്തുള്ള ആളാണ്. വളരെ ചെറുപ്പക്കാരനാണ് ആളാണ്, 10-25 വയസ്സ് വരും, മണൽ വാരല തൊഴിലാളിയാണ്. അപ്പോൾ ഈ മരിച്ച സ്ത്രീക്ക് എന്ത് പ്രായം വരും? മരിച്ച സ്ത്രീക്ക് എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സൊക്കെ വരുള്ളൂ. ശരി. കാരണം മൂത്ത മകൻ 7-ലും 8-ലാണ് പഠിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഇവരുടെ വീട് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നിടത്ത് ആ സൈഡിൽ കൂട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് ആറ്റിൽ കടവിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ മണൽവാരലൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇവനെ കണ്ടിട്ട് ഇതാണെന്ന് എങ്ങനെ വെരിഫൈ ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം കൊണ്ടുപോയി ഇടിച്ച് നമുക്ക് അതൊരു മർഡർ കേസിലും ഇടിച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. നടക്കത്തുള്ളൂ. നമ്മൾക്ക് തെളിവില്ലാതെ പോകാൻ. രണ്ട്, ഈ കേസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിയെ കണ്ടെത്തുന്നത് മാത്രമല്ല, പ്രതിയെ കണ്ടെത്തുന്നതിനെക്കാട്ടും പ്രധാനമാണ് ഇയാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക, സെഷൻസ് കോടതി കൺവിക്ട് ചെയ്ത് ഹൈക്കോടതി ശരിവെക്കുക എന്നുള്ളത്. അപ്പം ആദ്യം ഇവനാണോ എന്നറിയണം, അറിഞ്ഞാൽ എവിഡൻസിനെ കുറിച്ചും ചിന്തിക്കണം. അപ്പം ഈ വിരലിൻ്റെ ഇത് പോകുന്നതിന് മുമ്പ് അറസ്റ്റ് നടക്കുന്നില്ലെങ്കിൽ ഇയാളാണെന്നുള്ളെങ്കിലുള്ള തെളിവ് നഷ്ടപ്പെടും. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ ചെയ്തത് നമ്മൾ ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലെയും പുരുഷന്മാർക്ക് അടുത്ത ദിവസം രാവിലെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ടുള്ള നോട്ടീസ് കൊടുത്തു. ഇയാളുടെ വീട്ടിൽ തന്നെ ഇയാളുടെ അച്ഛനും ഒരു സഹോദരനും ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ, സംശയിക്കുന്നതാണ്. അത് കൂടാതെ ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ആ ഒരു 10, 50, 60 പേർക്ക് രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ CI ഓഫീസിൽ മൊഴി രേഖപ്പെടുത്താനായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇവരുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് നമ്മൾ അന്നത്തെ സബ് ഇൻസ്പെക്ടർ, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾമാർ, അവരുടെ ASIമാരെ വെച്ചിട്ട് ഒരു 5, 6, 7 പേരുടെ 5-6 ടീം ഉണ്ടാക്കി. എന്നിട്ട് ഓരോരുത്തരും 10-20 പേരെ വെച്ച് വിടുക്കണമെന്ന് പറഞ്ഞ് ഇയാൾ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ അടുക്കൽ വരാനുള്ള ഈ സംശയിക്കുന്ന ആളെ എടുത്തു. അങ്ങനെ ആദ്യം 2 പേരുടെ എടുത്ത്, മൂന്നാമതായിട്ട് ഞാൻ ഇയാളെ വിളിപ്പിച്ചു. അപ്പോൾ ഇയാൾ വന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞു, അപ്പോൾ ഇയാൾ നമ്മളോട് ഇങ്ങനെ താത്തയെ കൊന്നത് വളരെ ക്രൂരമായി പോയി, ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മനുഷ്യരെങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇയാൾ എവിടെ ആയിരുന്നു, എന്തായിരുന്നു, നാട്ടിൽ ആരൊക്കെയുണ്ട്, പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അബൂബക്കർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം 7 ഫുഡ് വളരെ സഹൃദയനാണ്, നല്ല ഡോക്ടറാണ്. അദ്ദേഹം പോലീസുമായിട്ട് നമ്മളുമായിട്ടൊക്കെ പേഴ്സണൽ സുഹൃത്താണ്. അദ്ദേഹത്തെ അവിടോട്ട് കയറി വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറ് വളരെ തിരക്കിലാണെന്നറിയാം, എന്നാലും എനിക്ക് 7 ഫുട്ബോളിൻ്റെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ ഇരുന്നാൽ വൈകി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് കയറി വന്നു. അദ്ദേഹം വന്നിട്ട് അപ്പം ഞാൻ എണ്ണീറ്റ് നിന്ന് അദ്ദേഹത്തിന് 2 കൈയും കൂടെ കൂട്ടി ഒരു സലാം കൊടുത്തു. അദ്ദേഹം ഈ ഇരിക്കുന്ന ആൾക്കും 2 കൈയും കൂടെ കൂട്ടിപ്പിടിച്ചൊരു സലാം കൊടുത്തു. ആ സലാം കൊടുത്തപ്പോൾ ഈ ആൾ ഒന്ന് അയ്യോ എന്നുള്ള രീതിയിലൊന്ന് വെച്ചു, ഒന്ന് വേദനിച്ചു. വേദനിച്ചപ്പോൾ അദ്ദേഹം തന്നെ നോക്കിയിട്ട് കൈ നോക്കിയിട്ട് ഇതെന്താ ഇത് മുറിവ് പറ്റിയിരിക്കുന്നത്, ഇതെന്താ എന്ത് പറ്റി വേദന എടുത്തെന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാനിങ്ങനെ ഇതേ കഥ പറഞ്ഞു, പോലീസുകാർ സുരേഷിനോട് പറഞ്ഞു അതേ കഥ പറഞ്ഞു, തലേദിവസം അതേ കഥ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കരിങ്കല്ലത്താണ് ഇന്ന് താത്ത മരിച്ചറിഞ്ഞുകൊണ്ട് ഓടിക്കേറി ഒരു ബസ്സിൽ കയറി. അപ്പോൾ അതിൻ്റെ ബാക്ക് ഡോറ് കുടുങ്ങിപ്പോയി, അടച്ചപ്പം അങ്ങനെ പറ്റിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അയ്യോ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, അതായത് ബസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തുരുമ്പുണ്ടാകും, സെപ്റ്റിക് ആകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് അഴിച്ചിട്ട് ഈ പ്ലാസ്റ്റർ അഴിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇതിനൊരു ഇഞ്ചക്ഷനൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് സാറേ ഞാനൊന്ന് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തോട്ട് എൻ്റെ വാതിൽ, അപ്പം ഞാൻ ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച് പോകുന്ന രീതിയിൽ ഞാനിവിടെ വാതിലോട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ബസ്സിൻ്റെ ഇടയിൽ പോയ മുറിവല്ല, ഇതൊരു ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ കൊണ്ടുണ്ടാകുന്ന ആഴത്തിലുള്ള മുറിവാണ്. അതായത് നല്ല മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ, അതാണ് അന്ന് അബൂബക്കർ ഡോക്ടർ ഉപയോഗിച്ച വാക്ക്, അതുകൊണ്ടുള്ള
മുറിവാണ്. ഈ ചെറുപ്പക്കാരൻ കള്ളമാണ് പറയുന്നത് എന്ന്. ഈ ഡോക്ടറെ ശരിക്കും നിങ്ങൾ സെറ്റിട്ട് കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഡോക്ടറുടെ സഹായം നമ്മൾ തേടിയിരുന്നു. ഡോക്ടർ ആകുമ്പോൾ സംശയിക്കത്തില്ല പെട്ടെന്ന്. ഡോക്ടർ പക്ഷേ 100% അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ സാർ അതിനെന്തിനാണ്, എന്ത് സഹായം ഞാൻ ചെയ്തു തരാം. വളരെ സഹൃദയനായ, ആ നാട്ടിലെല്ലാവരും അറിയുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. വളരെ നല്ല പോലീസിന്റെ സുഹൃത്തല്ല, നാട്ടുകാരുടെ സുഹൃത്താണ്. പിന്നെ അദ്ദേഹം നമ്മുടെ സഹായിച്ചു. അതാണ് ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം. അപ്പോൾ തന്നെ നമ്മൾ ആളുകൾ അയച്ചിട്ട് ആ ഭാഗത്തു നിന്ന് ആ സമയത്തുള്ള ബസ്സുകൾ ചെക്ക് ചെയ്തു. ബസ്സുകൾ ചെക്ക് ചെയ്തപ്പം ആ ബസ്സിനകത്തുള്ള ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റൂട്ടിൽ വന്ന ബസ്സുകളൊക്കെ പറഞ്ഞു അവർക്ക് ഉച്ച സമയത്ത് ഈ കരിങ്കല്ലത്താണിയിൽ നിന്ന് കാമ്പ്രം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളിൽ തിരക്കില്ല. അപ്പോൾ ആ സമയത്തുള്ള 2 ബസ്സും പറഞ്ഞു ഞങ്ങൾ ആ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ബസ്സിൻ്റെയും ഡോറ് പുറത്തു നിന്ന് ഈ ബാക്ക് ഡോറ് കെട്ടിവെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ഡോറിൽ കൂടെ മാത്രമേ ആൾ കയറുന്നു. തന്നെയല്ല, ഇങ്ങനെ ഒരാളുടെ വീതിയിൽ പോയിട്ട് നല്ല മുറിവാണെങ്കിൽ ഞങ്ങൾ അറിയണം, നമ്മുടെ നിലവിളിക്കും. അപ്പം ഇങ്ങനെ ഓരോ സാധനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെയായിരുന്നു പറഞ്ഞു. പിന്നീട് ഒന്നുകൂടെ വന്നു ഡോക്ടർ, ഒന്നുകൂടെ രണ്ടാമത് വന്നു ഡോക്ടർ. ഒന്നുകൂടെ വിരൽ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ശരീരം ഒന്നും വൃത്തിയിടാക്കണ്ട, ചെറുപ്പമല്ലേ, ഇനി നമുക്ക് ജോലിയൊക്കെ എടുക്കണ്ടേ, സാറിനോടുള്ള സത്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ സത്യം പറഞ്ഞു. അയാൾ പണത്തിന് വേണ്ടി ചെയ്ത കൊലപാതകമായിരുന്നു. അയാൾ അത്യാവശ്യം പണത്തിന് വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ അടുക്ക ചെന്നു. അവർ ഇയാൾ അറിയാവുന്ന ആളായതുകൊണ്ടാണ് അടുക്കളയുടെ അതിലേക്ക് കയറി എന്താ കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. വളരെ അടുത്തുള്ളതാണ്. അപ്പം ഇവർ ഒറ്റയ്ക്കാണ്, വീട്ടിലാരുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വന്നതാണ്. അവൻ ഈ നെക്ലേസും ഈ കാലിൽ കിടന്ന പാദസരമൊക്കെ എടുത്തിരുന്നു. അതുകൊണ്ട് പോയിട്ട് അവനൊരു ഫൈനാൻസ് കമ്പനിയിൽ പണയം വെച്ചിരുന്നു. ആ പണയം വെച്ചിടത്തുനിന്ന് വരുന്ന വഴിക്കാണ് പിടിക്കുന്നത്. ഇയാളെ വന്ന് കൊലപ്പെടുത്തിയതിന് ശേഷമാണോ ഇതെല്ലാം വരുന്നത് അതോ? അതെ, കൊലപ്പെടുത്തിയതിന് ശേഷമാണ്. ഇവരെ റെസിസ്റ്റ് ചെയ്തപ്പോൾ ഈ തല പിടിച്ചിട്ട് അവരുടെ ഭിത്തിയിൽ ഇടിച്ചു കഴിഞ്ഞ് അവർ വീണ് കഴിഞ്ഞിട്ട് എപ്പോഴും ഇവൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ കൊന്നു. കാരണം സാധനമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ കാരണം ഈ മറ്റേ തല ബാക്കിൽ എടുത്ത ഇഞ്ചുറിയിലനുസരിച്ച് പിന്നെ അനങ്ങില്ല. അവർ കോമാ സ്റ്റേജിലായി. പക്ഷേ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ തന്നെ അത് എടുത്തതിന് ശേഷം പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് കൊന്നത്. ഇതിനുള്ള കത്തിയും ആയുധങ്ങളൊക്കെ ആ വീട്ടിലെ കത്തി തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാള് പുറത്തിറങ്ങിയിട്ട് പോയി. ഇയാള് തിരിച്ച് ആറിന്റെ തീരത്ത് പോയി വൃത്തിയായിട്ട് കുളിച്ച് ഒരുങ്ങി. സംഭവം അറിയാത്ത രീതിയിൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി. ഇയാൾ ഒരിക്കലും അയാളിലേക്ക് അന്വേഷണം എത്തില്ല എന്നാണ് കരുതിയത്. ധൈര്യത്തിൽ തന്നെ അയാള് ശവടക്കിന് വന്നതും എല്ലാം നാട്ടിലുള്ള ആളുകളുടെ ഇടയിൽ തന്നെയാണ്. ചില സിനിമകളിൽ കാണുന്നത് പോലെ എല്ലാം ചെയ്തതിന് ശേഷം വളരെ മാന്യനായി ആൾക്കൂട്ടത്തിൽ വന്ന് നിൽക്കുക, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി. പിന്നെ അയാളുടെ കയ്യിലെ അത് പിന്നെ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരെണ്ണം ശേഷിക്കുമെന്ന് പറഞ്ഞാൽ ആ മുറിവ് തന്നെയായിരുന്നു അയാളുടെ കേസ് ശിക്ഷ വിധിക്കാനുള്ള ഒരു പ്രധാന കാരണം. അതായത് ഈ ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺ വെച്ചുള്ള മുറിവ്, ആ മുറിവ് ആ ആയുധം കൊണ്ടുണ്ടാകാം. പിന്നെ അതിൻ്റെ പഴക്കം. ഇവന് ഈ ചെറുപ്പക്കാരനെ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് ഇത് ഇത്ര സമയത്തിൻ്റെ ഇടയിൽ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 24 to 48 hours, അതായത് മരണം കഴിഞ്ഞ് മെഡിക്കൽ പരിശോധന സമയം നടത്തിയ ആ സമയത്തിൻ്റെ ഇടയിൽ ഉണ്ടായ മുറിവാണ് എന്നുള്ള കാര്യം, ഈ മുറിവിൻ്റെ പഴക്കം കൃത്യമായിട്ട് അയാൾ ഡോക്ടർ അതിനകത്ത് രേഖപ്പെടുത്തി തന്നെ തന്നു. ഈ സാധനങ്ങൾ കൃത്യമായിട്ട് റിക്കവർ ചെയ്തു. പിന്നെ അതിനകത്ത് ശാസ്ത്രീയ തെളിവുകൾ മറ്റേതും കിട്ടി. അത് ഈ സ്വാഭാവികമായിട്ട് ഒരു ടസലുണ്ടാകുമ്പം അവിടെ വീണ മുടി വളരെ ഇയാളുടെ മുടി അവിടെ കൊഴിഞ്ഞു വീണിരുന്നു. അവിടെ നിന്ന് നമ്മൾക്ക് 4 മുടിയാണ് ഇൻക്വസ്റ്റ് സമയത്ത് ബോഡി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അന്ന് പക്ഷെ DNA ഇല്ല, അത് FSL ലാബിലെ പരിശോധന തന്നെ കിട്ടി. 3 ഈ സ്ത്രീയുടെയും 1 ഇയാളുടേതുമാണ്. അത് ബലപ്രയോഗത്തിൽ അങ്ങനെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു മുടി കിട്ടിയാൽ അത് നമ്മളൊരു കത്രിക കൊണ്ട് മുറിഞ്ഞപ്പം വീണതാണോ, അല്ലെങ്കിൽ ഈ മുടി പ്രായമായിട്ട് മുടിയുടെ ഇത് സ്വാഭാവികമായിട്ട് കൊഴിയുന്നതാണോ, അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി പൊഴിഞ്ഞതാണോ എന്ന് നമുക്കൊരു ഫോറൻസിക് സയൻസ് ലാബോറട്ടറി പരിശോധനയിൽ ഒരു വിദഗ്ധന് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഈ ട്രയലിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. അയാളെ കൂടി അപ്പർ കോർട്ടും ശരിവെച്ചു എന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വയറ്റിലുണ്ടായിരുന്ന ഭക്ഷണവും ഈ മകൻ കൊടുത്ത മാങ്ങയായിരുന്നു. കാരണം പഴുത്ത മാങ്ങയുടെ അവശിഷ്ടമാണ് ആ അമ്മയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്. 3 മക്കള്
കുഞ്ചു മക്കള് അനാഥരാക്കി ഇതിന് പോയി എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം മലപ്പുറത്ത് നിരവധി കൊലപാതക കേസുകൾ താങ്കൾ അന്വേഷിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിന് മുൻപും പലതും അതിന് അന്വേഷിച്ചിട്ടുണ്ട്. മുൻപും ഏതായാലും നമുക്ക് അടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ശരി.